ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. ഞാനും മമ്മിയും ഇപ്പോൾ അമ്മയുടെ സ്റ്റാളിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ഫുഡ് കഴിക്കാനിരുന്നതാണ്. അപ്പോൾ അമ്മ ചിക്കൻ ബിരിയാണിയും ഞാൻ ബീഫ് ബിരിയാണിയും പറഞ്ഞു. സംഭവം അടിപൊളിയായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത് കേട്ടോ. നമ്മുടെ എറണാകുളം ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലാണിത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഷോയ്ക്ക് നമ്മൾ കടന്നു കേട്ടോ. ഇപ്രാവശ്യം സ്റ്റാളുകാർക്ക് എൻട്രി ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒരു കോംപ്ലിമെൻ്ററി പാസ് നാളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കയറാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് സ്റ്റാളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ് സ്റ്റാളാണ്. ഇപ്പോൾ ഫസ്റ്റ് കാണുന്നത് വനശ്രീയുടെ സ്റ്റാളാണ്. അവിടെ ഒരുപാട് ഓർഗാനിക് പ്രൊഡക്ട്സ് ഉണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ 2026 കലണ്ടറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ജോയ് ആലുക്കാസിൻ്റെ ഒരു സ്റ്റോളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് തരും. പിന്നെ ആസ് യൂഷ്വൽ ഫർണിച്ചറിൻ്റെ സ്റ്റാളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. പിന്നെ ബുക്ക് സ്റ്റാളിൻ്റെ ഒരു സ്റ്റാള്. ഇത് പിന്നെ കേൽസ് എന്ന് പറഞ്ഞിട്ട് ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെ ഒരു സ്റ്റാളാണ്. ഒരുപാട് ടൈപ്പ് സ്ക്വാഷുകളും ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം ഒരുപാട് സ്റ്റാളുകളുണ്ട്. പിന്നെ ഈ സ്റ്റാൾ മറക്കണ്ട കേട്ടോ. ഇതെൻ്റെ ചങ്ക് ബ്രോസിൻ്റെ സ്റ്റാളാണ്. ഇവിടെ നല്ല ഓഫറിൽ എന്താ പറയുക, പെർഫ്യൂംസും അത്തറുകളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാൻറ്റുകൾക്കൊക്കെ 350 രൂപയുള്ളൂ. ജീൻസ് പോലത്തെ ടൈപ്പ് പാൻറ്റുകളാണ് കേട്ടോ, 3/4. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മറ്റേ ബൂസ്റ്റിന് പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റിയൊരു പൊടിയായിരുന്നു കേട്ടോ. അത് ഗ്രോവിറ്റ എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവന്ന ചൂരച്ചാറാണ്. അതുപോലെ തന്നെ കുറേ ഓർഗാനിക് പ്രൊഡക്ട്സ് ഉണ്ട് ഇതിൽ. ഇത് തന്നെ കേൽസിൻ്റെ തന്നെ ഫ്രൂട്ട്സ് അവരവിടെ വിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ മിഠായിയുടെ സ്റ്റോളുണ്ട്. ഈ ഡ്രസ്സുകൾക്കൊക്കെ മുകളിൽ കിടക്കുന്ന ടോപ്പുകൾക്കൊക്കെ വെറും 350 രൂപയുള്ളൂ. ഞാനൊരെണ്ണം വാങ്ങിയിട്ടോ. അപ്പോൾ എല്ലാവരും വേഗം വന്ന് ഇഷ്ടപ്പെട്ടത് എടുത്തോളൂ. ഇതാണ് എൻ്റെ സ്റ്റാള്. ഇങ്ങോട്ട് വന്നാൽ ഒന്നും നോക്കണ്ട, കയറി അങ്ങ് ടേസ്റ്റ് ചെയ്തോളാം. ഒരു ലോഡ് അച്ചാറോടെ ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് ടേസ്റ്റ് ചെയ്യാൻ വാങ്ങുക. ഇതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, കാട്ടുതേനാണ്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങിക്കോളൂ. നമ്മൾ നല്ലൊരു ഓർഗാനിക് പ്രൊഡക്റ്റാണ്. ഇത് പിന്നെ നമ്മുടെ 3D പിക്ചേഴ്സിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. ബാഗുകൾക്കൊക്കെ 250 രൂപയുള്ളൂ. ഫുഡ് കോർട്ടാണെങ്കിലും അത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടാത്ത ഫുഡില്ല എന്ന് തന്നെ പറയാം. ബജ്ജി വേണ്ടവർക്ക് ബജ്ജി, മറ്റേ പാനിപ്പൂരി അങ്ങനെയുള്ള ഐറ്റംസ് വേണമെങ്കിൽ അത്. അല്ലാതെ ഇതിപ്പോൾ ഞാൻ മട്ടൻ സൂപ്പാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് ഇത്തിരി വയ്യാതിരുന്നതുകൊണ്ട് ഞാനൊരു മട്ടൻ സൂപ്പാണ് വാങ്ങി കുടിച്ചത്. അതെനിക്ക് നല്ല ഇഷ്ടമായത്. പിന്നെ ഈ ബജ്ജിയിലെ ചമ്മന്തി അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി ചമ്മന്തിയായിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്തു, അവിടെ മൊജീറ്റോ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അമ്മയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഫുൾ കച്ചവടം മൈനിലാണ്. ഒന്നാമത് ഞായറാഴ്ചയാണ്, ഇന്നേ വല്ലവരും കിട്ടും. അങ്ങനെ ഇത് ഞങ്ങളുടെ ഏറ്റവും നല്ല ഒരു കസ്റ്റമറാണ് എറണാകുളത്തെ. ആളെപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞ വട്ടം ഫ്ലവർ ഷോയിൽ പരിചയപ്പെട്ടതാണ് കേട്ടോ. ആൾ ഞങ്ങൾക്ക് വേണ്ടി സ്റ്റാളിൽ നിന്ന് കസ്റ്റമേഴ്സിനെ വിളിക്കുകയാണ്. ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കടയിലൊരു തിരക്കായിരിക്കും, അതുപോലെയാണ്. അപ്പോൾ ആളും കുറേ അച്ചാറുകളൊക്കെ വാങ്ങി പോവുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ ഷീ ലോഡ്ജിൽ റൂം എടുത്തിട്ട് ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ് കേട്ടോ.